ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് വെൽക്കം. അഞ്ചാമത്തെ അങ്ങോട്ട് വീഡിയോ എന്ന് തോന്നുന്നു. അപ്പോൾ എടാ, ഇത് നേരത്തെ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാ. ഉയ്യോ ഉയ്യോ എടാ 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 എന്നെ കഴിവേറി. രാവിലെ തന്നെ എന്നെ തട്ടിക്കൊണ്ടാവും നോക്കുന്ന നീ. എന്നെ തട്ടിക്കൊണ്ടുപോയാൽ പിന്നെ കടാര് തുറക്കും? നീ വന്ന് തുറക്കുമോ? ഓടിച്ചോ എൻ്റെ കടയിൽ സാധനം. ആ അയ്യോ, ചീസൊക്കെ ഇരിക്കുന്നു. ഒക്കെ അലിഞ്ഞു പോയില്ലാണോ വെയിലത്തിരുന്നിട്ട്? നമുക്ക് ഇന്നത്തെ വീഡിയോ 2 പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. കഴിഞ്ഞൊരു 3 വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 2 വാങ്ങിയാൽ മതി. എന്തിനാ വെറുതെ കുറേ വാങ്ങിച്ചിട്ട്? ലൈക്ക് ഒരു 3 പ്രൊഡക്റ്റ് ലൈസൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-18 പ്രൊഡക്റ്റ് വരും. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിയാൽ നമുക്കത് അറിയാലോ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കൂട്ട് നമുക്കൊന്ന് ഓർഡർ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കിന്നൊരു 2 പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. 2 പ്രൊഡക്റ്റ് ലൈസൻസ് പറയുമ്പോൾ ഒരു 12 പ്രൊഡക്റ്റ് വരുമായിരിക്കും. ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. അരിയൊക്കെ ഉണ്ട് കേട്ടാ, ബസ്മതി അരിയാണ്, ബസ്മതി അരി. അയ്യോ എടാ, എൻ്റെ സാധനത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വണ്ടി ആയിട്ട് കൊണ്ടുപോകാൻ. റോട്ടിലാണെങ്കിൽ അമ്മമാർ ഈ സാധനങ്ങളൊക്കെ കൊടുന്നിടുള്ളൂ. അത് തീർന്നല്ല, എന്തൊരു തികയാത്തെന്തൊരു. കാപ്പിപ്പൊടി, മൈദമാവ്, പാസ്ത. കാപ്പിപ്പൊടി അല്ല, മൈദമാവ്, കാപ്പിപ്പൊടി. ഓർമ്മോട്ടിരിക്കട്ടെ, സാധനം സ്റ്റോക്കില്ല എന്നല്ല കാണിച്ച്. അപ്പം എന്തായാലും കുഴപ്പമില്ല. ആ വീഴരുത്. ഓക്കെ, വീഴില്ല. ഓ എടാ, ഒരു പെട്ടി വാങ്ങിയിട്ടും തികഞ്ഞില്ല. നന്നായി കേട്ടോ 2 പെട്ടി വാങ്ങിയത്. ഞാനൊരു ബിസിനസ്മാൻ തന്നെ. ഏതായാലും എൻ്റെ കണക്കൂട്ടലുകൾ കറക്റ്റാ. അയ്യോ, ഇത് ഞാൻ ഇപ്പോൾ വെറുതെ വാങ്ങിയല്ല. കണക്കൂട്ടലുകൾ തെറ്റി കേട്ടാ, ചെറുതായിട്ട്. ഓക്കെ, കട തുറന്നാലോ? ഈ സാളൊക്കെ വിറ്റ് വേണ്ടേ? എവിടെ ഇരുന്ന്? ആ കട തുറന്നേക്ക് തന്നെ പൂട്ടിയാ? എവിടെ ആരുമില്ലെന്ന്? വാ ഒരാളെങ്കിൽ ഒരാൾ ബാ. ഞാൻ സാളൊക്കെ വരുത്തിയ എന്തിന്? കട ഓപ്പൺ ആക്കിയേക്കാതെ രാത്രിയായി. ആളെ കളിയാക്കുന്ന അവിടെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും കാണിച്ചവര്? സാധനമായിട്ട് ആള് പോയാ? ആഴ്ച ആള് കാശും തരണ്ട് പോയിരുന്നു. മൊത്തം പ്രശ്നമാണ് കേട്ടാ. ഇതിപ്പോ എന്ത്? കട തുറന്നു, ഒരു കസ്റ്റമറിനെ കിട്ടി, കട പൂട്ടി. വാ ഉറക്കം. ഓക്കെ അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാം. ഇന്നത്തെ അവിടെ ഇതാരുടെ ഇവിടെ കൊടുന്ന് വെച്ച് അവിടെ കള്ളം കയറുന്നുണ്ടോ ഏട്ടൻ്റെ കടയിൽ? നമുക്ക് എന്തായാലും നേരത്തെ കട തുറക്കാം. ഇന്നത്തെ ലാഭം കിട്ടിയിട്ട് നമുക്ക് 2 പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിയിട്ട് നമുക്ക് ഷെൽഫും കാളൊക്കെ ഒന്നുകൂടി ഓർഡർ ചെയ്യാണ്ട് നമുക്ക് ഈ സൈഡിൽ മൊത്തം അങ്ങോട്ട് ഫ്രിഡ്ജ് ഇടാം. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലാവും. ഓക്കെ, അതിന് നമുക്ക് ഇങ്ങനെ ഷെൽഫാക്കാം. ആറ്റുന്നൊരുട്ട് ഈ അറ്റം ഇങ്ങനെ കോർണർ ഷെൽഫ്, ഈ ഒരു കോർണർ ഷെൽഫ്, ഇവിടെ ഫ്രിഡ്ജ്, അവിടെ ഫ്രിഡ്ജ്, പിന്നെ ഇവിടെയും നമുക്ക് ഇതാക്കാം. ഞാൻ കാണിച്ചു തരാം. അത് പറഞ്ഞാലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇഷ്ടംപോലെ സാധനം സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം. പുതിയ നമ്മളെ ലൈസൻസ് എടുക്കുമ്പോൾ ബില്ലടക്കമുണ്ട്. ഇന്നത്തെയും ബില്ലടിച്ചില്ല. ലൈസൻസ് എടുക്കുകയാണെങ്കിൽ പീനട്ട് ബട്ടർ, ഫ്ലോറ്, ഫറൈൻ ഫ്ലോർ, ഓക്കെ, ഒലീവ് ഓയിൽ, സോൾട്ടൊക്കെ കിട്ടും. കണ്ടോ, 6 പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് 2 വാങ്ങിയാൽ മതി. എന്തിനാ വെറുതെ? നമുക്ക് ആദ്യം 2 വാങ്ങിയിട്ടൊന്ന് ഓർഡർ ആക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ 3ാമത്തെ വാങ്ങിക്കുന്നു. ഞാൻ ഉറപ്പ് പറയുന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ തമ്മിൽ കണ്ടാൽ മനസ്സിലാവും എത്ര ഉണ്ട് എന്നുള്ളത്. ഇവിടെ എന്താ വാങ്ങിയേ? അവിടെ സാധനത്തിന് വില കൂടെ കുറഞ്ഞ് എന്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയില്ല കേട്ടെന്ന്. $40. ഇവർക്കൊക്കെ ഓരോ പേരിടണം കേട്ടാ. നിങ്ങൾ പേരിട്ടെന്നോ? അവർക്കൊക്കെ എല്ലാവർക്കും ഓരോ പേരിടണം.
ഇവന്മാർ വന്നവന്മാരെ വീണ്ടും വീണ്ടും സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ 50 പൈസ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ എല്ലാത്തിനും. നമ്മളൊരു മാന്യമായിട്ടുള്ള കടയാണ്, അതിന് 60 പൈസ ഉണ്ട്. അത് കൂട്ടണ്ട, അല്ല അത് കൂട്ടിക്കോ, കുഴപ്പമില്ല. ഒരു പ്രൊഡക്റ്റൊക്കെ വില കൂടുതലുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിങ്ങനെ ക്യൂ വന്നാലും എങ്ങനെ? അടുത്ത ദിവസം തന്നെ അവിടെ പണിക്ക് എടുക്കണം. ഒരു കാർഡിൽ നിന്ന് കൂടുതൽ കാശ് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. പണി എടുക്കണ്ടായിരുന്നു. അയ്യോ കണ്ടോ ഇരട്ടകളാണോ ഇവര്? കുഴപ്പമില്ല, കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്. ആ ചേച്ചി ഇങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. സാധനം വാങ്ങിക്കോ, ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അയ്യേ, ചേച്ചിക്ക് മറ്റേ ചേച്ചിനെ കണ്ട് പഠിച്ചൂടെ? ഇത്ര സാധനം വാങ്ങിയെന്നറിയോ? ഇതിൻ്റെ വില ഞാൻ നോക്കിയില്ലായിരുന്നല്ലോ. കുഴപ്പമില്ല, കറക്റ്റ് വിലയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സാധനം ഇതിന് തീരാനായാ? ഇല്ല ഇല്ലാണ്ട്. വാട്ടർ ബോട്ട് എക്സ്പെൻസീവ് വന്നാ? അവിടെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ വില കുറച്ച് സാധനം വിറ്റിട്ട്. ഓ ഓടോ മോനെ, ഏതല്ലേ എത്ര പേർ സാധനം വാങ്ങിയത്? ആരെങ്കിലും ഒരു $100 സാധനം വാങ്ങിക്കോണാവോ? നോക്കട്ടെ. $100 ബില്ലൊന്നും ഞാൻ അതുവരെ അടിച്ചിട്ടില്ല. $100 ബില്ലടിക്കണം, അതാണ് എൻ്റെ ഒരു ഇത്. $4. $4 സാധനമായിട്ട് കാശൊന്നും ഇടണോ നിനക്ക്? കാർട്ട് വെറുതെ ബാങ്കിൽ ട്രാൻസാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ബില്ലടിക്കാൻ ആളെ നിർത്തില്ലെങ്കിൽ ഞാൻ അത് മടുക്കും. അയ്യ, ഇത്ര സാധനമായിട്ട് 47 അവിടെ നീ സാധനം തീർത്താ? ഇല്ലല്ലേ? അടുത്താൻ വരുന്നു. അയ്യേ, വരവാ കട്ടം പേരിച്ച് ഞാൻ കട വാങ്ങിക്കാനുള്ള വരവാന്ന്. എന്നിട്ട് 2 സാധനം വെച്ചിട്ട് പോയിക്കണ്. എന്തൊരു പറയാനവനൊക്കെ. ഇന്നത്തെ കച്ചവടം തീരുന്നില്ലല്ലേ? ഇന്നത്തെ കച്ചവടം തീരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. ഒരു പെട്ടി തീർന്നു. കട പൂട്ടറിൻ്റെ മുമ്പ് ഈ സാധനങ്ങളൊക്കെ തീർക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ സ്റ്റോക്ക് എടുത്ത സാധനങ്ങളൊക്കെ അന്ന് സ്റ്റോക്ക് തീർക്കണം എന്നല്ല, സ്റ്റോക്ക് ഇതിൽ കയറണം. മുട്ട തീർന്നു. കുട്ടബുമ്മ അയ്യോ, അങ്ങനെയല്ലല്ല. ഇതൊന്നും തീർന്നു. വാട്ടർ ബോട്ടിൽ ഈസ് ടു എക്സ്പെൻസീവ്. പിന്നെ ഈ കാണുന്ന സ്റ്റോക്കൊക്കെ എങ്ങനെയാ തീർന്നത്? $50 50 അടിച്ചേട്ടാ. 50 വരെ പോയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അല്ല, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ മുമ്പ് നോക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കണക്കെടുക്കാം. ഏറ്റവും വലിയ ഓർഡർ പോന്നിരിക്കുന്നത് $50 കേട്ടോ. ഈ സാർ അത് വെട്ടിക്കോ. വെട്ടിച്ചു 53. 53 കേട്ടോ. 53 റെക്കോർഡ്. അപ്പോൾ $53 പർച്ചേസാണ് ഏറ്റവും വലിയ പർച്ചേസ്. അയ്യോ, പോരാ 44 ലൈറ്റ് അട്ടച്ചേക്കാം. കറണ്ട് ബില്ലൊന്നും ഒരു പ്രശ്നമില്ല. $53. 48. അവിടെ കുറച്ച് സാധനമായിട്ട് 48 ആയി. ഓക്കെ, സാധനം തീർന്നു. ഇതും തീർന്നു. നമ്മളെ കുറേ സാധനം മറ്റേ ലൈസൻസ് ഒക്കെ ഒരുമിച്ച് വാങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുക്കണം എനിക്ക് താല്പര്യമില്ല കേട്ടോ. എടാ ഞാൻ ബ്രെഡ് വാങ്ങിയിട്ട് വെച്ചില്ല അന്ന്. അല്ലെങ്കിലേ ബ്രെഡ് പോവാറില്ല. 2 ആഴ്ച അങ്ങോട്ടായി ബ്രെഡ് ഇരിക്കുന്നു. ആരോടും പറയരുത് കേട്ടാ. ബാക്കി വേണം.
15. എൻ്റെ സൗണ്ട് കൂടുതലുണ്ടാ? എൻ്റെ സൗണ്ട് കൂടുതലുണ്ടെങ്കിൽ പറയണം കേട്ടാ. നിങ്ങൾ പറ അതിലെന്ത് ചെയ്യണം എന്നുള്ളത്. ലൈക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കമൻ്റ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അത് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഇത് വരത്തുള്ളൂ. ഞാൻ ലൈക്കൊക്കെ അടിക്കണം, എല്ലാവരും ഇപ്പം തന്നെ അടിച്ചേക്കണം, മറക്കരുത്. നമ്മൾ മറക്കുന്നുണ്ട് കുറേ പേര്. ഉറപ്പിക്കാൻ ഞാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ എനിക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടാൻ മോട്ടിവേഷൻ വരത്തുള്ളൂ. കുഡ് നോട്ട് ഫൈൻഡ് ലെസ്. ഓളോ തീർന്നായിരുന്നാ? പറയണ്ടേ, കുറച്ച് നേരത്തെ പറയണ്ടേ. ഇവിടെ എന്തെങ്കിലും തയ്യാത്ത. ഓ, ഇവിടെ ലൈറ്റ് വെക്കണം കേട്ടോ നമുക്ക്. ഇവിടെ ഭയങ്കര ഇർട്ട്. അവിടെ ഇതിൽ കുറെ കണ്ടാ. ഇപ്പൊ നമ്മൾ എടുത്തൊന്നും കണ്ടില്ല. ഞാൻ അങ്ങനെ എത്ര കൊണ്ടുപോയി സാധനം കളഞ്ഞിട്ടുണ്ട് അറിയോ? നമുക്ക് വ്യൂവിൽ അത് കാണുന്നില്ല സാധനം. കുറെ തീർന്നു. ലാസ്റ്റ് കസ്റ്റമർ ആവണം കേട്ടത്. നമുക്ക് നാളെ ലൈറ്റ് നേരം വിളിക്കട്ടെ. കടയിൽ കുറച്ച് ലൈറ്റും കാണൊക്കെ ഉണ്ട്. ഇത് തീരും. നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഒറ്റ ഞെക്കി വെക്കാൻ മതി, ഞെക്കി പിടിച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക് കയറി ഇരുന്നോളൂ. അവിടെ ഒരു പാക്കറ്റ് മാത്രം ബാക്കിയല്ല. തിന്നാൻ പറ്റുമോ? തീർന്ന്. യെസ്, സക്സസ്. ഓ അപ്പോൾ $1993 കേട്ടോ നമ്മളെ കയ്യിൽ. ബില്ലും എല്ലാം അടക്കണ്ടെന്ന് നോക്കട്ടെ. ഇല്ല, ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് നമുക്ക് അടുത്ത സെക്ഷനിൽ ചെയ്യാം. അടുത്തൊരു വീഡിയോയിലകത്ത് നമുക്ക് പുതിയൊരു സെക്ഷനും വാങ്ങിക്കാം, ഒരു ലൈസൻസും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം നമുക്ക് അന്നത്തെ കടപ്പൂട്ടാം. ഇന്ന് ലാഭമായിരിക്കും. കണ്ടോ, അവിടെ ടോട്ടൽ പ്രോഫിറ്റ് $1000. ഒറ്റ ദിവസത്തെ പ്രോഫിറ്റ് $1000. എടാ മോനെ, സെറ്റ്. പല്ല് വില കൂടി 2 പോയിന്റ്. അപ്പോൾ ഒരു 7 ഇരിക്കട്ടെ. നമുക്കപ്പോൾ 2 പുതിയ ലൈസൻസ് അങ്ങോട്ട് രാവിലെ തന്നെ വാങ്ങിയേക്കാം. മാനേജ്മെൻറ്റ് 1, 2. അതേ വേണ്ട. പീനട്ട് ബട്ടർ. പുതിയ പ്രൊഡക്ട്സ്. ഞാനേ ഇത് ഫ്രിഡ്ജ് ഇവിടെ ഇരുന്നോട്ടെ. അയ്യോ, കുഴപ്പമില്ല. നമുക്ക് ഈ ഷെൽഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറിൽ നിന്ന് തുടങ്ങാം. എടാ നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ. നിങ്ങൾ വാ. അടുപ്പിച്ചിരി. നീങ്ങ വാ. ഇവിടെ നമുക്ക് അടുത്ത എവിടെയെങ്കിലും വീണ്ടും മാറ്റേണ്ടി വരും മിക്കവാറും ഇത്. കാരണം മിനിറ്റ്, ഇവന്മാർക്ക് ഒതുങ്ങിയിരിക്കുന്നില്ല ഓണാട്ടെ. ഇവന്മാർ ഒതുങ്ങിയിട്ടല്ലേ ഇരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ അടുപ്പിച്ചിരുത്തിയ സ്ഥലം ഉണ്ടാവുമായിരിക്കുമോ? ഉണ്ടാവും. കണ്ടാ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുറച്ചുകൂടി ഒതുക്കി വെക്കാൻ പറ്റുമോ? കുറച്ചുകൂടി സ്ഥലം ഉണ്ടാവോ? കുറച്ച്. ഇതൊക്കെ നമുക്കൊരു കറക്റ്റ് ഒരു കണക്കൂട്ടിൻ്റെ സാധനമാണ്.
കുറച്ച് 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 ആ ആ കറക്റ്റായി തോന്നുന്നു കേട്ടോ. കറക്റ്റായി കറക്റ്റായി കറക്റ്റായി. നാളെ വീണ്ടും അഴിച്ചു പണിയേണ്ട സ്ഥലം എന്നാലോചിക്കുമ്പോഴേ എനിക്ക് ചെറിയൊരു വിഷമം. നമുക്ക് ഇനി എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ. പുതിയ ഷെൽഫ് വാങ്ങിയാലോ? ഇത് പറയുന്നു. പുതിയ ഷെൽഫ് വേണോ? ആദ്യം നമുക്ക് വന്ന പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് വാങ്ങി നോക്കട്ടെ. സ്ഥലല്ലേ എന്നാ വിളിക്ക്. ഗ്രോത്തല്ല ബില്ലടക്കാം. എടാ 983 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഇതൊക്കെ ഷെൽഫിലോട്ടുള്ളതാ. ഇതൊക്കെ ഒരു ഇരിക്കട്ടെ. ആദ്യം വാങ്ങിയ സാധനം ഓയിൽ എവിടാ? ഈ ഒലിച്ചിനോടൊപ്പം ഇരിക്കട്ടെ. അതിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേന് നമുക്ക് മറ്റേ അടുപ്പിച്ചിട്ട് വെക്കാം. അങ്ങനെ അടിയിലോട്ട് ഇതിൻ്റെ വില ഒന്ന് സെറ്റ് ചെയ്യട്ടെ. വില സെറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മറന്നു പോയിട്ട് കട നഷ്ടത്തിലായി. കട പൂട്ടേണ്ട ഒരു അവസാനം. ചത്താലും ഞാൻ ലോൺ എടുക്കത്തില്ല. ഉറപ്പ്. ആ ഇതൊക്കെ നമുക്കൊരു സെക്ഷനിലോട്ട് ആക്കണം. ഈ മൈദമാവും കാര്യങ്ങളൊക്കെ. $6.7 അപ്പോൾ ഒരു 7.2 ഇരിക്കട്ടെ. കൂടുതലൊന്നുമല്ലല്ലോ അല്ലേ? കുറവല്ലേ? അടാ ഷെൽഫില്ലാണ്ട് പറ്റില്ല കേട്ടാ. ഷെൽഫില്ലാണ്ട് ഐ തിങ്ക് പുതിയ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷെൽഫ് വേണ്ടി വരും. 1 2 3 4 5 പ്രൊഡക്റ്റിനുള്ള സ്ഥലമേ ഉള്ളൂ. നമുക്ക് 5 പ്രൊഡക്റ്റ് അല്ല, നമുക്ക് ഇനി ഇഷ്ടംപോലെ സാധനം വരാണ്ട്. ബാസ്മതി റൈസൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് കുറച്ചായിട്ട് ഓർഡർ ചെയ്യാം. എല്ലാം കൂടി വന്നാലേ പ്രശ്നമോ. എടാ വിറന്നെ എന്തൊരു ഡോറ നീ കാണിക്കുന്നു. ഇതെന്തൊരു സാധനം? ഉപ്പ്. ഉപ്പിനൊക്കെ എന്താ വില? $17 $10 കണ്ടുള്ളൂ ഒരു പാക്കറ്റിന് ഉപ്പിന്. അമ്മമാരൊക്കെ എന്ത് മണ്ടന്മാരോ ഈ ഡോളറിന് ഇത്രയും വില അല്ലേ? ഇതെന്തൊരു അരി ഇവിടെ ഇരിക്കട്ടെ. മെയിൻ സ്ഥലത്ത് അരിയൊക്കെ ഇത്ര ചെറിയ ഡപ്പയില്. മുകളിൽ ഇത്ര സ്ഥലമുള്ളപ്പോൾ താഴ്ത്തു വരിക്കുന്നോടാ എന്നാറി. $7.5 ഇരിക്കട്ടെ. കുഴപ്പമില്ല. നമ്മ ഒരു 7.2. പുതിയ വന്ന സാധനത്തിനൊക്കെ ഡിമാൻഡ് വെക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കൂലാരും. $604 ഉണ്ട്. ഇത് നമുക്ക് ഫുള്ളൊന്ന് സ്പെൻഡ് ചെയ്യാം. ഇവിടെ $2000 സ്പെൻഡിങ് ഇന്നേടെ. ഇവിടെ എന്തൊരു പരിപാടി? ഇവിടെയല്ല. ഫ്രിഡ്ജിലോട്ടുള്ള സാധനമാണല്ലത്. നമുക്ക് പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കേണ്ടി വരുമല്ലോ. ഫ്രീസറാണോ? അല്ല, ഫ്രിഡ്ജ്. ഇതിൻ്റെ കാശൊക്കെ തീരുമല്ലോ. മിൽക്കും സോഡയും നമുക്ക് വാങ്ങിക്കാം. വെയിറ്റ് ചെയ്യും, ഇതൊന്ന് വരുത്തട്ടെ. ഇത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ ഇരി. കറക്റ്റ് പ്ലേസാണ്. ഇങ്ങോട്ടാ. കറക്റ്റ്. ഈ സ്റ്റോക്ക് വെക്കാനാണ് സ്ഥലമില്ലാത്തത്.
പുതിയ ഐറ്റം കോള. പക്ഷെ കോള വിൽക്കണേ. കോള വേണമെങ്കിൽ നമുക്ക് നിരോധിക്കാം കേട്ടാ. $3.1 വീണ്ടും കോള. എടാ പണി കോള സ്റ്റോക്ക് ഇരിക്കട്ടെ. ബാക്കി സാധനം ഉണ്ടെങ്കിൽ വെക്കാം. സാപ്പ് സോഡ. അവിടെ ഇതൊക്കെ ഒരു പെട്ടി വാങ്ങിയാൽ 2 ഷെൽഫിലോട്ടുള്ള സാധനം കിട്ടും കേട്ടാ. ഈ സാധനങ്ങളൊക്കെ മൊളിക്കൊക്കെ പൊട്ടിക്കാത്ത പെട്ടി. ബിഗ് ബി ജ്യൂസാ. ഞാനാണെങ്കിൽ എല്ലാവരും 2 വെച്ച് വാങ്ങുകയും ചെയ്തല്ലേ. അതൊക്കെ ഞാൻ കുടിച്ചു തീർക്കും. എന്തോ വാങ്ങിയാൽ മതിരുന്ന ആൾക്കാർ. അവിടെ വേറെ ഫ്ലേവർ. നഷ്ടമാവും. 2 പ്രൊഡക്റ്റിനോട് വാങ്ങിക്കണ്ടെന്നല്ല. 2 പ്രൊഡക്റ്റിനോട് വാങ്ങിയാൽ എൻ്റെ കയ്യിലത്തെ കാശ് കാലി. ഇനി ഇന്നത്തെ കറണ്ട് ബില്ലും കൂടെ അടിച്ചാൽ അതും തീർന്നു. ടർക്കോ അതൊന്ന് തുറക്കോ. അപ്പം അത് കലിയായി. ഞാൻ ഇതിനൊന്നും പ്രൈസ് സെറ്റ് ചെയ്തിട്ടില്ലല്ലേ. അവിടെ സ്ഥലമില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. കാശൊന്ന് സെറ്റ് ചെയ്യാണ്ട്. 3.1 3.4 3.4 2.7 ചീസ് കഴിഞ്ഞാ. അയ്യോ കാലിയായി. കയ്യത്തെ കാശ് കാലി. $2 എൻ്റെ കയ്യിൽ. $2 കൊണ്ട് ഞാൻ AKR ലോൺ എടുക്കേണ്ടി വരും. ഇനി കട തുറന്നില്ലെങ്കിൽ കട പൂട്ടേണ്ടി വരും. കട നമുക്ക് അങ്ങോട്ട് തുറക്കാം. സാധനം വാങ്ങിക്കാനൊന്നും കാശില്ല ഇനി. വാ, ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഇന്നത്തെ രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണല്ലോ. എന്തൊക്കെ സാധനം വേണ്ടിയത്? പാല് വേണം, മുട്ട വേണം, പിന്നെന്തൊരു വേണോ? കാപ്പിപ്പൊടി വേണോ? കാപ്പിപ്പൊടി ഇല്ല, അടപ്പ അതൊക്കെ ഉണ്ട്. അവിടെ ഞാൻ കാശിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ഇതിന് ഞാൻ കാശിട്ടില്ല. സൂസു ഓയില്. അവിടെ പെണ്ണുമ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്തറ. ആ കാശ് പോയി. സൂസു ഓയില്. ബ്രെഡ് നമ്മന്ന് വാങ്ങി കൂടുതൽ സാധനം ഇതിലോ ഷെൽഫിലോട്ടായിരുന്നില്ല. അതൊരു കള്ളി ബാക്കി. വാങ്ങിയത് കൂടുതലും മറ്റേ ഇതിലോട്ട് പോയി. അവിടെ $22 ആയതുകൊണ്ടോ? അതെങ്ങനെ? ഞാൻ ഒന്നും വാങ്ങില്ലല്ലോ. ഞാനും ഓണം നിർത്തിയില്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവാന്. ബില്ലും അല്ലേ അടക്കണ്ട? ഇല്ലല്ലേ. നമുക്ക് കാഷ്യറിന് വന്ന് കേട്ടാ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാഷ്യറിന് വെക്കാം. കാഷ്യറിൻ്റെ ഒരു പേരും കൂടി സജസ്റ്റ് ചെയ്യണേ. കാഷ്യർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പേരിട്ടാൽ മതി കമൻറ്റിൽ. അപ്പോൾ നല്ലൊരു പേര് നോക്കിയെടുക്കാം. $54. $37. നമ്മളെ റെക്കോർഡ് എത്രയായിരുന്നു? 53 അല്ലേ?
ഓ ഇയാടാ മോനെ കുറേ ഉണ്ടല്ലോ അത്. ഓ 49. കുഴപ്പമില്ല. നമ്മളെന്തൊക്കെ സാധനം കഴിഞ്ഞ കേട്ടാ. അയ്യോ 10 പൈസ കൂടുതൽ അടിച്ചേക്കന്നെ. സാധനം റിജക്റ്റ് ചെയ്ത്. അതിന് വെളിച്ചെണ്ണ അവിടെ. നമുക്ക് കുറച്ചേരം ക്യൂ നിൽക്ക്. ഞാൻ ക്യൂ ഒന്ന് വലുതാകുമ്പത്തിനും വരാം. അല്ലെങ്കിൽ വേണ്ട, പാവങ്ങളല്ലേ. അവനെ വാങ്ങിയിട്ട് അപമാനിക്കുന്നത് മോശമല്ലേ. സോറി മാഡം, സോറി. അടുത്തത് 53.50. സാധനം എത്തിച്ചിട്ടുണ്ട്. ഡെസ്പിഡ് ഓയിലടക്കം അവിടെ എത്തിയിട്ടുണ്ട്. 38. ആരാ പറഞ്ഞു കീബോർഡിൽ വെച്ച്? കീബോർഡിൽ അടിച്ചാൽ മതി ചേട്ടാ. പക്ഷെ കീബോർഡിൽ ഞാൻ കണ്ടുപിടിച്ച് അടക്കണായിട്ട് നല്ലത് മൗസിൽ തന്നെ കുത്തുന്നതാ. കുറച്ച് കൂടിപ്പോയാ. അവിടെ വാട്ടർ ബോട്ടിന് നല്ല ചിലവുണ്ട് കേട്ടാ. എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ കടയിൽ. നല്ലത് നല്ല ചൂടായതുകൊണ്ട് ആൾക്കാർ മൊത്തം ഇതൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. കൊണ്ടോ 2 കുപ്പി വെള്ളമൊക്കെ. എന്തേലും സ്റ്റോക്ക് ചെയ്യണ്ട. തന്നെ ഇരുന്ന സാധനം 2 ഒരേപോലെ ഇരിക്കുന്നില്ലേ കുപ്പി? പക്ഷെ 2 വേറെ സാധനല്ലേ. നോക്കട്ടെ, 2ന്റെ വില ഒന്നല്ലല്ലോ അല്ലേ? അല്ലല്ലേ, വേറെ സാധന. പെട്ടെന്ന് അടിക്കണം. അയ്യോ, ആ 515 കുഴപ്പമില്ല. അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഒരു $10,000 ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇയാൾ എന്തിനീ ബാക്കിയില്ലാണ്ട് കറക്റ്റ് കാശ് തന്നിട്ട് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്ത്. എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കളെ. അടിച്ചില്ലല്ലേ. ഇവർക്ക് ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നൊന്നൊരു പ്രശ്നമല്ല. ആണ് അതിന്റെ മോളിൽ കൂടെ കടന്നു. സൂസു ഷുഗർ തീർന്ന്. എന്താല്ലേ ഷുഗറിന്റെ ഒക്കെ പേര്? സൂസു. എന്തൊക്കെ കാണണം. മതി, എങ്ങനെ നടന്ന ഞാനാ പണിക്കൊക്കെ പോലെ തുടങ്ങി. ഈ കട ഞാൻ റിയൽ ലൈഫിൽ നടത്തിയിരുന്നെങ്കിൽ ഞാനൊരു സംഭവമായിരുന്നു. ആ കൊച്ചിനെ അമ്മ ലേറ്റ് വാങ്ങി വെക്കാൻ മറന്നുപോയി. ആപ്പിൾ ജ്യൂസൊക്കെ തീർന്നാ? അവിടെ അതിന്റെ മോളിൽ കൂടെ ഒന്നും നടക്കല്ലടാ. കൊക്കക്കോളൊക്കെ നമുക്കൊരു $56 ഇടണം. എന്നിട്ട് വിറ്റ് പോകാത്ത രീതിയിലാക്കണം. ഏതായാലേ കട പൂട്ടനായി. ഓക്കെ
മിൽക്ക് 6 പാക്ക് അവിടെ ആ സാധനം തീർന്ന്. നമുക്ക് നാളത്തെ വീഡിയോയിലൊക്കെ ഓർഡർ ചെയ്യാം. നാളത്തെ വീഡിയോ രാവിലെ തന്നെ വന്നിട്ട് ഇനി ഇഷ്ടംപോലെ സാധനം ഓർഡർ ചെയ്ത് ഫില്ല് ചെയ്യാണ്ട് കാശുണ്ടാക്കണം. അതാണ് മെയിൻ ഒരു കാര്യം. കട പൊട്ടി കേട്ടോ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോണ്ടേ. കട കൂടുന്തോറും സാധനങ്ങൾ നമുക്ക് സ്റ്റോക്ക് റൂം എന്താണ് കിട്ടാത്ത. കട നിറച്ചാക്കട്ടെ. നമുക്കതിൽ എന്തൊക്കെ കിട്ടാണ്ട്. ഇല്ലൊന്നുമില്ല. ഗ്രോത്ത് ഒരു സെക്ഷൻ ഗ്രോത്ത് ചെയ്യാം. നമുക്ക് കേശറിനെ വെക്കണം കുറച്ച് ദിവസം കിട്ടുന്നില്ല. ഓ സ്റ്റോറേജ് അവൈലബിൾ ആയി കേട്ടാ സ്റ്റോറേജ് റൂം. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോറേജ് റൂം അങ്ങോട്ട് വാങ്ങിക്കാം. സ്റ്റോറേജ് റൂം വാങ്ങിയിട്ട് സകല സാധനങ്ങളും നമുക്ക് വന്നിട്ട് സ്റ്റോർ ചെയ്യണം. അവിടെ ലൈറ്റ് വെക്കണം കേട്ടോ. ലൈറ്റൊക്കെ നമുക്ക് അടുത്ത സെറ്റാക്കാം. സ്റ്റോറേജ് റൂമിൽ നമുക്ക് ഫുൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഇനി പുതിയ ലൈസൻസും പുതിയ മറ്റേ ഗ്രോത്ത് നമുക്ക് പുതിയ സ്ഥലം വാങ്ങിക്കണം. കുറച്ചുകൂടി വലുതാക്കാണ്ട് ഗ്രോ ചെയ്യണം. ഷോപ്പ് ഗ്രോ ചെയ്യണ്ടേ, വലുതാക്കണ്ടേ. ഞാനില്ല. അപ്പോൾ നമുക്ക് കടന്ന് വലുതാക്കാനുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോറേജ് റൂം വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ലൈസൻസും പിന്നെ നമുക്ക് കടന്ന് വലുതാക്കുകയും ചെയ്യാം. ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എന്നിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ലുക്കായിട്ടില്ല, ലുക്കാക്കണം. അപ്പോൾ ബൈ ഗൈസ് എല്ലാവർക്കും. അല്ലെങ്കിൽ വേണ്ട, ഇന്നത്തെ ഞാൻ ഡെയിലി സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് കാണിച്ചു തരാം. ടോട്ടൽ പ്രോഫിറ്റ് കുഴപ്പമില്ല. സപ്ലൈ കോസ്റ്റാ? ഓ അത് മറ്റേ സാധനം വരുത്തിയത്. അപ്ഗ്രേഡ് കോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.